ഡിബിനിലേക്ക് ഒരു തവണ പോവുകയാണ്. ഡിബിൻ, രണ്ട് താരങ്ങൾ, നമ്മൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചിരിക്കുന്ന രണ്ട് താരങ്ങൾ, ഒന്ന് ശ്രേയസ് അയ്യർ, ഒന്ന് വിരാട് കോഹ്ലി. രണ്ട് പേരുടെയും ആരാധകർ ഒരേപോലെ ആഗ്രഹിക്കുന്നുണ്ട് ഇത്തവണത്തെ കപ്പ് ഈ താരങ്ങളിൽ എടുത്തുയർത്തണമെന്നത്. നമുക്കറിയാം, ഈ സാല കപ്പ് നാംതേ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ തന്നെ ബംഗളൂരുവിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടും ശ്രേയസ് അയ്യർ ഇത് അർഹിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകരും പറയുകയാണ്. ഈ സമയത്ത് ഈ രണ്ട് താരങ്ങളുടെ പെർഫോമൻസ്, ഈ രണ്ട് താരങ്ങളിൽ ആരാകും എന്ന് ചിരിക്കുക? ഡിബിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? അല്ല, നമുക്ക് ഇന്നത്തെ മത്സരം തന്നെ ഫൈനലാണ്, അപ്പം എന്തും സംഭവിക്കാം. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് വിരാട് കോഹ്ലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 18 വർഷമായി അദ്ദേഹം ഒരേ ക്ലബ്ബിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നേരെ മറിച്ച് ശ്രേയസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ തവണ അതായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യനാക്കിയ ക്യാപ്റ്റനായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ശ്രേയസ് അയ്യർ അവർ വിട്ടുവന്ന് ഇപ്പോഴും, അതായത് ഫൈനൽ ആ ടീം പഞ്ചാബ് എന്ന ടീം, അതായത് ഇതുവരെ കപ്പടിക്കാത്ത ഒരു ടീം ഫൈനലെത്തി നിൽക്കുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അറിയണം എന്നുള്ളൊരു, അതാണ് അവരുടെ, അതായത് ശ്രേയസ് അയ്യരുടെ ആരാധകർ കൂടുതൽ, അതായത് കൊൽക്കത്തയ്ക്കുള്ളൊരു മറുപടി ആയിരിക്കണം ഇന്നത്തെ കപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നേരെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ കിങ്ങോ കിങ്സോ എന്ന ഒരു ടാഗ് ലൈനോടാണ് ഇന്നത്തെ ശരിക്കും നമ്മൾ പറയേണ്ടത്. കാരണം വിരാട് കോഹ്ലി ഇന്നത്തെ ഒരു, അതായത് 18 വർഷം കാത്തിരുന്ന ഒരു കപ്പ് ഇന്ന് വിരാട് കോഹ്ലി നേടുമെന്നാണ് അവരെ എല്ലാ രീതിയിലും, അതായത് ഇനിയൊരു ഫൈനൽ അതായത് ചുണ്ടിനും കപ്പിനോട് ഇത് നഷ്ടപ്പെടരുത് എന്നൊരു ഇതിലായിരിക്കും ആരാധകർ ചിന്തിക്കുന്നുണ്ടാവാം. നേരെ നോക്കുകയാണെങ്കിൽ, അതായത് ശ്രേയസ് അയ്യർ ഭയങ്കര ഫോമിലാണ്, വിരാട് കോഹ്ലിയും ഫോമിലല്ല എന്നല്ല പറയുന്നത്. പക്ഷെ എന്നാൽ പോലും നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ നോക്കിയാൽ മതി, അതായത് എലിമിനേറ്റർ പ്ലേ ഓഫ് സെക്കൻഡ് നോക്കിയാൽ മതി, അദ്ദേഹത്തിന് മനോഹരമായൊരു ഇന്നിങ്സാണ്. അതായത് അത്രമാത്രം പ്രഷറിൽ നിന്നൊരു സമയത്തും അദ്ദേഹം അതിമനോഹരമായിട്ടാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത്. അതായത് വിജയ റൺസ് നേടി ആ 6 അടിച്ചപ്പോൾ പോലും അദ്ദേഹം വളരെ കാമായിട്ട് കൂളായിട്ടാണ് അദ്ദേഹം ഗ്രീസിലുണ്ടായിരുന്നത്. അതായത് അദ്ദേഹത്തെ ഒഴിവാക്കിയവർക്ക് ഒരു മറുപടി എന്ന രീതിയിലായിരുന്നു ശ്രേയസ് അയ്യർ ആ ഇന്നിങ്സ് കാഴ്ചവെച്ചിരുന്നത്. അപ്പം ഇപ്പം വിരാട് കോഹ്ലി അദ്ദേഹം ഒരു മാച്ച് വിന്നറാണ്. നമുക്കറിയാം, ഇന്റർനാഷണൽ ലെവലിൽ അദ്ദേഹത്തെ പോലെ ഒരു കളിക്കാരൻ ഈ ജനറേഷൻ ഉണ്ടായിട്ടില്ല. അപ്പം തീർച്ചയായിട്ടും ഏതൊരാളും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു വിരാട് കോഹ്ലി അല്ലെങ്കിൽ ഏതൊരു ആരാധകരും ആഗ്രഹിക്കുന്നത് കോഹ്ലി ഒരു കപ്പ് നേടുക എന്നതിനായിരിക്കും. പക്ഷെ നേരെ തിരിച്ച് നമ്മൾ ശ്രേയസ് അയ്യറിന്റെ കാര്യം നോക്കുകയാണെങ്കിലും അദ്ദേഹത്തെ ഒഴിവാക്കിയവർക്കൊരു മറുപടി ആയിരിക്കും.